നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യ വേറൊരാളുടെ കൂടെ പോയി. അതെന്തിനാണ് പോയതെന്ന് അറിയില്ല. അവർ തമ്മിൽ പ്രണയമായിരുന്നു. പക്ഷെ ഒളിച്ചും പാത്തുമുള്ള ചാറ്റ്. രാത്രിയിലൊക്കെ ഉറങ്ങാതിരിക്കുമ്പോഴൊക്കെ ഇവൻ ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. പക്ഷേ ഇതാണ് കാര്യം എന്നൊന്നും അറിയത്തില്ലായിരുന്നു. എന്തായാലും ഇന്നലെ കൊണ്ട് പോയി. എന്തൊരു ചതിയല്ലേ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹിച്ച് കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ അവൾ പറയുന്നു, എനിക്ക് നിന്നെ വേണ്ട, ഞാൻ വേറൊരാളോടെ പോകുന്നു. കാലം പോയി പോക്കേ. ഇത് തന്നെയല്ലേ അവിടെയും കിട്ടുന്നു. പക്ഷെ ആ ആൾ ഇയാളെ പോലെ ആയിരിക്കണം എന്നില്ല. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ വ്യത്യാസം. നമ്മൾ വാർത്തകളിലൊക്കെ കാണാൻ മക്കളെ കൊന്നിട്ട് കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്ന ചില കാമുകിമാരും, കാമുകിയെ കഴുത്തിയരിച്ച് കൊന്നേച്ച് പോകുന്ന ചില ഭർത്താക്കന്മാരും, വഴിവിട്ട ജീവിതങ്ങൾ അങ്ങേയറ്റം വിപുലമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വളരെ പരിതാപകരം തോന്നുന്നു. കാരണം സന്തോഷമായിട്ട് ജീവിക്കാൻ ഇന്നത്തെ കാലത്ത് സാധിക്കുക എന്ന് പറഞ്ഞ വലിയൊരു അനുഗ്രഹമാണ്. എല്ലാവർക്കും ഒന്നും പറ്റിയാലത്. കാരണം മനുഷ്യനെല്ലാം എന്തൊക്കെയോ പ്രതീക്ഷിക്കുകയാണ്, ആരിൽ നിന്നൊക്കെയോ എന്തൊക്കെയോ. പക്ഷേ പ്രതീക്ഷയുടെ അവസാനം സങ്കടമല്ലാതെ വേറൊന്നുമില്ലെന്നുള്ള സത്യവും തിരിച്ചറിവും എല്ലാവർക്കും ഉണ്ടായിരിക്കണം. വഴിവിട്ട ജീവിതം ഒന്നിനും ശാശ്വതമല്ല. എപ്പോഴും ശ്രദ്ധിക്കുക, കുടുംബജീവിതം ഒന്നേ ഉള്ളൂ. അത് വളരെ ആസ്വദിച്ച് നമ്മുടെ മക്കളുമൊക്കെ ആയി സന്തോഷമായിട്ട് പരസ്പര സ്നേഹത്തിൽ കഴിയുക. അല്ലാതെ മറ്റൊന്നിനോടുള്ള ആകാംക്ഷയും ആദർശവും നമ്മുടെ ജീവിതത്തിൽ പിന്നീട് തെറ്റം തോന്നി തിരുത്തേണ്ട സമയത്ത് നമുക്ക് തിരുത്താൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവും കൂടെ എല്ലാവരും ഓർത്തിരിക്കണം. കഷ്ടം അവൻ്റെ അവസ്ഥ. നിറകണ്ണോടുകൂടി എൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോളത്ത് തട്ടി ആശ്വസിപ്പിക്കാൻ പറ്റുന്നൊരു സുഹൃത്താകാനേ സാധിച്ചുള്ളൂ. കാരണം എൻ്റെ ശബ്ദവും ഇടറിയിരുന്നു. അവൻ്റെ അവസ്ഥയെ ഓർത്ത്, അവൻ്റെ കുട്ടികളെ ഓർത്ത്, അവൻ്റെ മാതാപിതാക്കൾ, അവരുടെ കണ്ണുനീര് എത്രയോ പൊന്നുപോലെ നോക്കിയതായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ എല്ലാം ഇട്ടെറിഞ്ഞുപേക്ഷിച്ച് ഒരു സുഖത്തിൻ്റെ പുറകിന് 10 മിനിറ്റത്തെ സുഖത്തിൻ്റെ പുറകിനായി അവൾ പോയിരിക്കുന്നു. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച്. എൻ്റെ ഈ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങായി തീർന്നല്ലോ എന്നോർക്കുമ്പോൾ ഒരു സങ്കടം. താങ്ക് യു സോ മച്ച്.